ഒരു UAPA തടവുകാരൻ്റെ 17 വർഷത്തെ നിയമ പോരാട്ടങ്ങളുടെ കഥ. അതൊരു വല്ലാത്ത കഥയൊന്നുമല്ല. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിസന്ധിയിലാക്കപ്പെടുന്ന സാധാരണ മുസ്ലിം ജീവിതത്തിൻ്റെ ആകുലതകളും വിഹ്വലതകളും. വളരെ സ്വതന്ത്രനായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ നിയമവിധേയമായി നടക്കപ്പെട്ട ഒരു പരിപാടി, ആ പരിപാടിയിൽ നിയമം അനുശാസിക്കുന്നതിനപ്പുറത്ത് ഒന്നും പറയാത്ത വാചകങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രസംഗം, അതിൻ്റെ മധ്യേ പോലീസ് ഇടപെടുകയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് തടവറകളിലേക്ക് സഞ്ചരിക്കുകയും അവിടെ നിന്ന് നിയമ പോരാട്ടത്തിൻ്റെ വഴികളിൽ എടുത്തെറിയപ്പെടുകയും ചെയ്ത ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ്, 17 വർഷത്തെ ഓർമ്മക്കുറിപ്പാണ് തടവറക്കാലം. ഈ തടവറക്കാലത്തിൻ്റെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്. അതൊരു ഭംഗിവാക്കായി പറയുന്നതല്ല, മറിച്ച് പലപ്പോഴും കണ്ണുനീരിൽ കുതിർന്ന് ഈ പുസ്തകം മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ ഇരുപ്പിന് വായിച്ചു തീരാൻ പ്രാപ്തമായ നിലയിലുള്ള വരികളാണ് ഈ പുസ്തകത്തിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കോർത്തിണക്കലുകളെ പോലും മുറിച്ചു കളഞ്ഞ് വായനയ്ക്കിടയിൽ കണ്ണുനീരുകൾ കൊണ്ട് പേജുകൾ നനയുകയും ആ പേജുകൾ മടക്കി പുസ്തകം മാറ്റിവെക്കുകയും ചെയ്യപ്പെടുന്ന അനുഭവങ്ങളിലൂടെയല്ലാതെ ഒരു വായനക്കാരനും ഈ പുസ്തകം വായിച്ചു തീർക്കാൻ സാധിക്കില്ല. വരികളിലൂടെ റാസിഖ് റഹീം സാഹിബ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവസാന പേജിൽ അദ്ദേഹം എഴുതി വെക്കുന്നത് പോലെ, തടവറയെ തൊടാതെ ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതം ജീവിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. തടവറ ഒരു മുസ്ലിമിൻ്റെ ഒരു പുത്തരിയൊന്നുമല്ല. ഈ ദുനിയാവ് ഒരു തടവറയാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓരോ മുസ്ലിമിനെയും ഓർമ്മപ്പെടുത്തിയത് അദ്ദേഹം ഈ വരികൾ കുറിച്ചുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, തടവറക്കാലം അത് വെറും ഒരു പുസ്തകമല്ല. നിയമ പോരാട്ടങ്ങളിലേക്ക്, ജയിലറകളിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സാധാരണക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ്. അവരുടെ വിഷമങ്ങളാണ്, അവരുടെ സന്തോഷങ്ങളാണ്, അവരുടെ ഇടപെടലുകളാണ്. അതിലൂടെ അവർ നമ്മൾക്ക് വരച്ചു കാണിച്ചു തരുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം എന്താണ്. ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഓരോ മുസ്ലിമും എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സുദൃഢമായ വരികളുടെ ഉടമയാണ് ഈ പുസ്തകം.